ബി.ജെ.പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇവർ രണ്ടുപേരും ചേരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ബജറ്റിലെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ആദ്യം ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക് സ്വാഗതം സർ. എന്തായാലും ഇന്നത്തെ ഇടക്കാല ബജറ്റ്, ഇപ്പോൾ ഐസൻ പറയുകയായിരുന്നു, ഇടക്കാല ബജറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിലേത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളാണ് സ്ത്രീകൾക്ക് ഈ ബജറ്റിൽ. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല സാർ, അൺമ്യൂട്ട് ആക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കാം പറയാം. ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിൽ ഭാരതത്തിൽ നടന്നു വരുന്ന ഭരണത്തിന്റെ തുടർച്ച, ആ തുടർച്ചയായി വരാൻ പോകുന്ന ഒരു പുതിയ ബഡ്ജറ്റ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കുമെന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ വോട്ട് ഓൺ അക്കൗണ്ട്, അതായത് പൂർണ്ണമായ ബഡ്ജറ്റ് ഇപ്പോ വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റിൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ആവശ്യങ്ങളെ മുൻനിർത്തി, അവര് പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി ഒക്കെ ബഡ്ജറ്റിൽ ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്തും. ആ പ്രതീക്ഷകളെ കൈവിടാതെ, എന്നാൽ അതേസമയം കാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ, ആ തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഭാരതത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഹൈവേകളുടെ നിർമ്മാണം, കാർഷിക രംഗത്തെ സമഗ്ര പുരോഗതി, യുവജനങ്ങളുടെ പുതിയ തൊഴിലവസരങ്ങൾ, മുദ്രാ ലോൺ അടക്കമുള്ള പദ്ധതികൾ, വനിതകൾക്ക് വേണ്ടി പ്രത്യേകം നിയമം മാത്രമല്ല, വനിതാ ശാക്തീകരണ രംഗത്ത് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ മുന്നേറ്റം, ഇങ്ങനെ സമസ്ത മേഖലയിലും സമഗ്രമായി ഭരണരംഗത്ത് പുരോഗതി ദൃശ്യമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റ് എന്ന പ്രത്യേകത ഈ ബഡ്ജറ്റിന് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക്, സാധാരണക്കാരന്റെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനുമപ്പുറത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ആ പ്രശ്നങ്ങളെ കഴിഞ്ഞ കാലത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ അഭിമുഖീകരിച്ച രീതിയിൽ തന്നെ അതിന്റെ തുടർച്ചയായി ഒരു വലിയ മാറ്റത്തിന് ഇട നൽകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണം. അപ്പൊ അതോടനുബന്ധിച്ച് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച്, അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിൽ ഒരു പുതിയ സംസ്കാരം, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഭാരതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടൂറിസം സർക്യൂട്ട്, അതേപോലെ അതിനപ്പുറത്ത് ആരാധനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആരാധനയ്ക്കുള്ള അവസരം, ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഭാരതത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രദേശമായി അയോധ്യ മാറുമ്പോൾ, ആ അയോധ്യ പോലെ തന്നെ പ്രാധാന്യമുള്ള അനേകം പ്രദേശങ്ങളുള്ള ഭാരതം, ഓരോ സംസ്ഥാനത്തും അതനുസരിച്ച്. അപ്പൊ നമുക്കറിയാം, മോദിജിയുടെ സർക്കാർ എങ്ങനെ ഈ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുമ്പായി അദ്ദേഹം ഒട്ടേറെ ഇതര ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. നമ്മുടെ തൃശ്ശൂരിൽ അടക്കം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരാൻ, അങ്ങനെ തൃശ്ശൂരിലെ തൃപ്രയാർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഇടയായതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ ആ നിലയിൽ ഭാരതത്തിന്റെ എല്ലാ പ്രദേശത്തുമുള്ള നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും എല്ലാം തട്ടി ഉണർത്തിക്കൊണ്ട്, എന്നാൽ അതേസമയം തന്നെ അതിനെ നാടിന്റെ വികസനത്തിന് വേണ്ടി, സമഗ്ര പുരോഗതിക്ക് വേണ്ടി അതിന് രൂപവും ഭാവവും നൽകിക്കൊണ്ട്, ആളുകളുടെ വിശ്വാസവും ആളുകളുടെ പ്രതീക്ഷയും അതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് രാജ്യ പുരോഗതിക്ക് ഇട നൽകുന്ന ഒരു സമീപനമാണ് മോദിജിയുടെ സർക്കാർ കഴിഞ്ഞ കാലത്ത് ഭാരതത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച വരും. ആ ഭരണ തുടർച്ചയിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന, അവർക്കെല്ലാം പ്രതീക്ഷ നൽകാൻ കഴിയുന്ന
അവരെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയുന്ന ഒരു സമീപനം, ആ ഒരു സമീപനമാണ് തീർച്ചയായിട്ടും ഓരോ ബഡ്ജറ്റിലും. നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഏതാണ്ട് സമാനമായി തന്നെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്, രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക്, രാജ്യത്തെ സ്ത്രീ ജനങ്ങളുടെ സമസ്ത മേഖലയിലുമുള്ള പുരോഗതിക്ക്, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമീപനമാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ, കാരണം മറ്റ് വികസിത രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആളുകൾക്ക് അവരുടെ ജീവിതം സുരക്ഷ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉള്ള കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിന്ന് തന്നെ ഒട്ടേറെ ചെറുപ്പക്കാര് ഇവിടെ, പ്രത്യേകിച്ച് ഭാരതത്തിൽ മൊത്തത്തിൽ, പുറത്ത് കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇവിടത്തെക്കാൾ എന്തൊക്കെയോ മെച്ചം മറ്റ് രാജ്യങ്ങളിലെത്തിയാൽ അവിടെയുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിൽ കഴിയുന്ന ഒരു യുവജനത നമ്മുടെ കേരളത്തിൽ ഇന്നും അവശേഷിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്, അവർക്ക് കൊടുക്കുന്ന ക്ഷേമ പദ്ധതികളുണ്ട്, അവർക്ക് കൊടുക്കുന്ന പരിഗണനയുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെ നമ്മുടെ രാജ്യത്ത്, ഈ കോടാനുകോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യത്ത്, ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനത്തിനിടയിൽ അത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളെയൊക്കെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ 10 വർഷമായി സമാരംഭിച്ചിട്ടുള്ളത്. അതിന്റെ തുടക്കമാണ് അദ്ദേഹത്തിന്റെ ഭരണം ആരംഭിച്ച കാലത്ത് എല്ലാവരിലും അക്കൗണ്ടുകൾ എത്തിച്ച്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അടക്കം ജൻധൻ അക്കൗണ്ടുകൾ എന്നുള്ള നിലയിൽ എല്ലാവരെയും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചു. സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഇതിനൊരു അടിസ്ഥാനപരമായി സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികളെ ജനങ്ങളുടെ കരങ്ങളിൽ നേരിട്ടെത്തിക്കാൻ ഉതകുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ മൂന്നാമത് ഒരു തെരഞ്ഞെടുപ്പിന്, ഭരണ തുടർച്ചയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപ് വരുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ആ ഒരു ഭാഗികമായ നിർദ്ദേശങ്ങളാണെങ്കിലും ആ നിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സാധാരണ ജനങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ എല്ലാം അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും, അതിനുള്ള തുടർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ നിലയിൽ പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലിന് ശേഷം വരുന്ന ഒരു ബഡ്ജറ്റ്, അപ്പൊ തീർച്ചയായിട്ടും വനിതകൾക്ക് ഇന്ന് ഇപ്പോ മോദിജി വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തുള്ള ഇന്നത്തെ ജാതി മത വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ വനിതകൾ, ഇവിടുത്തെ യുവജനങ്ങൾ എന്നിങ്ങനെയാണ് ഈ നാട്ടിലെ സമൂഹം. തീർച്ചയായും ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച 3 പ്രധാന വിഭാഗങ്ങൾ, ഒരുപക്ഷെ അവർക്ക് കൈത്താങ്ങാവുന്ന ബജറ്റാകും, ജനപ്രിയ ബജറ്റാകും ഇത്തവണത്തേത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.